ആരോഗ്യമേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടികൾ എടുക്കാനുള്ള തീരുമാനത്തിൽ പ്രതികരിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അത് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ സമ്മതിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ, തുറന്നു പറയാൻ വേദനയോടെ അത് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കാൻ നിർബന്ധിതനായ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനും തിരുത്താനുമാണ് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ശ്രമിച്ചത്. അതിലവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അതിനെ തുടർന്നാണ് ആ വിഷയത്തിൽ സർക്കാരിനുണ്ടായ വലിയ നാണക്കേട്. അതിൻ്റെ പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഡോക്ടർക്ക് അയച്ചിട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ്. അത് അടിസ്ഥാനരഹിതമാണ്, അത് അധികാര ദുർവിനിയോഗമാണ്. അതിന് ഡോക്ടർ ഉചിതമായ മറുപടി നൽകും. ജനങ്ങളിത് മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ സത്യം പറയുന്ന ആളുകളെ ഭീഷണിപ്പെടുത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. അത് വിലപ്പോവില്ല. ഡോക്ടറെ ഭീഷണിപ്പെടുത്തുന്നതിനെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നേരിടുക തന്നെ ചെയ്യും. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിപ്പോൾ UDF MPമാർ അമിത്ഷായെ കാണുകയും അതിനകത്ത് ഉടൻ തന്നെ ഇടപെടാം എന്നുള്ളൊരു ഉറപ്പാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വരികയല്ലേ? ഇപ്പോൾ BJPയുടെ ഒരു ഇരട്ടത്താപ്പ് കൂടിയല്ലേ ഇതിനകത്ത് പുറത്തു വരുന്നത്? വളരെ പ്രകടമല്ലേ? ഇന്നലെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ച യാഥാർത്ഥ്യം തന്നെയാണ്. ഒരാഴ്ചയായിട്ട് നിരപരാധികളായ 2 കന്യാസ്ത്രീകൾ, മലയാളികളായ 2 സിസ്റ്റേഴ്സ്, അവർ ജീവിതത്തിലാണ്. ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവരുടെ പേരിൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ അടിസ്ഥാനരഹിതമാണ്. മനുഷ്യക്കടത്തെന്നുള്ളത് അവരാരും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ഭാവനയിൽ പോലുമോ കാണാത്ത വിഷയങ്ങളാണ്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും അവർക്ക് ജോലി നൽകാനുമാണ്. അവർ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ആരെയെങ്കിലും അത് മതപരിവർത്തനത്തിന് നിർബന്ധമാക്കിയിട്ടുണ്ടോ, വിധേയമാക്കിയിട്ടുണ്ടോ? സിസ്റ്റർമാർ നടത്തുന്ന ആശുപത്രികൾ അത് അതിര ശുശ്രൂഷ സേവന മേഖലയെന്നല്ലാതെ അവിടെ എന്തെങ്കിലും വർഗീയവൽക്കരണത്തിന്, മതം മാറ്റുന്നതിന് ആരോടെങ്കിലും കേരളത്തിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ BJPയുടെ തെറ്റായ നടപടിയാണ്. ഗവൺമെൻറ് എത്രയും വേഗം തിരുത്തണം. UDFൻ്റെ MPമാർ അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉറപ്പിൻ്റെ കാര്യം എനിക്കറിയില്ല, മാധ്യമങ്ങളിൽ നിന്നാണ് മനസ്സിലായിട്ടുള്ളത്. ആ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ അദ്ദേഹം തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ്. എത്രയും വേഗം ഈ അന്യായമായ തടവറയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ. പ്രസിഡന്റ്, ഈ ഹർജി നൽകിയ ശേഷവും ഈ ഹർജിയിലെ സാങ്കേതികത്വമാണ് BJPയുടെ മന്ത്രിയടക്കം, സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിയടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ സഭ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടും അതേ സാങ്കേതികത്വമാണ് അവർ. അതൊന്നും പറയാനില്ലാതെ ഇപ്പോൾ അവർ പെട്ടിട്ടുള്ള ഈ ഒരു വീണിട്ടുള്ള ഈ കുഴിയിൽ അവരുടെ ഇരട്ടത്താപ്പ് വളരെ പ്രകടമായിട്ടുള്ള പശ്ചാത്തലത്തിൽ അവർക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഹർജിയുടെ ന്യായവാദങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സാങ്കേതികത്വം പറയുകയാണ്. അതിനൊക്കെ സഭാ നേതൃത്വം കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മന്ത്രിക്ക് അതിനൊന്നും മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് ഉരുണ്ട് കളിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ സഭാ അധ്യക്ഷന്മാരെ കാണാനുള്ള നീക്കം നടത്തുകയാണ്. ഒരു ഭാഗത്ത് BJP സർക്കാർ ഈ കന്യാസ്ത്രീകളെ തടങ്കലിടുന്നു, മറുഭാഗത്ത് ഒരു അനുനയ നീക്കം BJP സംസ്ഥാന അധ്യക്ഷൻ നടത്താൻ തയ്യാറെടുക്കുന്നു. അതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ BJP ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.